സന്യാസത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ എൻ്റെ വീട്ടുകാർ വളരെയധികം എന്നെ എതിർത്തു. പ്രത്യേകിച്ച് എൻ്റെ സഹോദരൻ, അമ്മ, എല്ലാ സഹോദരങ്ങളും ഒറ്റക്കെട്ടായിട്ട് അവർ പറഞ്ഞു, നീ എങ്ങോട്ടായി പോകുന്നത്? നിനക്കിവിടെ എന്തിൻ്റെ കുറവാണ്? ഈ സന്തോഷകരമായ ജീവിതത്തിൽ നിന്ന് നീ ഒരിക്കലും ആരോടും മിണ്ടാൻ പറ്റാത്ത ഒരു ജീവിതത്തിലേക്ക് എന്നൊക്കെയാണ് അവരുടെ ഒരു ധാരണയിൽ അവരെന്നോട് സംസാരിക്കുന്നത്. എനിക്ക് യാതൊരു വിധത്തിലും ഇതിനെക്കുറിച്ച് അറിവില്ല. എന്നെ ദൈവം വിളിക്കുന്നു, എന്നെ എന്തിനൊക്കെയോ ദൈവം ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ഐഡിയ അല്ലാതെ അതിൽ കൂടുതലൊന്നും എനിക്കും അറിയില്ല. അന്ധകാരത്തിലേക്ക് ഒരു എടുത്തുചാട്ടം. ഒരു പക്ഷേ എനിക്ക് ഒരു നിമിഷം തോന്നാതിരുന്നില്ല ഇതെൻ്റെ അവിവേകമാണോ എന്ന് പോലും. പക്ഷെ ഞാൻ ഇറങ്ങിത്തിരിക്കുക. എന്നോട് എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു, എനിക്ക് നിന്നെ കൊണ്ടുപോയി മഠത്തിലാക്കാൻ പറ്റില്ല, ഞങ്ങൾ ആരും വരില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി തീരുമാനിക്കാനുള്ള സമയം നീ തരണം. എനിക്കറിയാം അവരൊരു പക്ഷേ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്നെ മറ്റൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുക എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ആൻഡ് റൈറ്റ് പറഞ്ഞു, ഞാൻ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, എന്നെ മഠത്തിൽ വരെ ഒന്ന് എത്തിക്കണം. അവിടെ ഞാൻ എല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഞാൻ ഇന്ന ദിവസം വരുമെന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് പിന്നെ ഒന്നും ചിന്തിച്ചില്ല. പിറ്റേ ദിവസം മഠത്തിലേക്ക് പോകുകയാണ്. മഠത്തിൽ ചെന്നതിന് ശേഷം എനിക്ക് ആദ്യം ഉണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുക. എന്ത് സ്നേഹോഷ്മളമായ ഒരു സ്വീകരണമാണെന്നറിയാമോ അവിടെ എനിക്ക് സിസ്റ്റർമാർ നൽകിയത്. സിസ്റ്റർമാരെന്ന് മാത്രമല്ല, എന്നെപ്പോലെ സിസ്റ്ററാകാൻ ആഗ്രഹിച്ചെത്തിയിരിക്കുന്ന 10-15 പെൺകുട്ടികളുടെ നടുവിലേക്കാണ് ഞാൻ എത്തപ്പെടുന്നത്.